പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വാരാണസിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കം 18 കേന്ദ്രീയമന്ത്രിമാർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകും. അതേപോലെ 12 BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും അദ്ദേഹത്തെ അനുഗമിക്കും. രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും ഇന്ന് ഉത്തർപ്രദേശിലെ ഝാൻസിയിൽ സംയുക്ത റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. എന്തായാലും കൊഴുക്കുകയാണ്. അമേഠിയിലും റായ്ബറേലിയിലും പ്രിയങ്ക ഗാന്ധിയും പ്രചാരണത്തിന് ഇറങ്ങുമെന്നറിയുന്നു. ആർ രാധാകൃഷ്ണൻ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് തത്സമയം ചേരുന്നു. ഗുഡ് മോർണിംഗ് രാധാകൃഷ്ണൻ. യഥാർത്ഥത്തിൽ ഈ നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നത് തന്നെ വലിയൊരു മഹാ ഉത്സവമായി മാറുന്നു. തീർച്ചയായിട്ടും SKN സൂചിപ്പിച്ചതുപോലെ മൂന്നാമത്തെ തവണയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വാരണാസിയിൽ നിന്ന് ജനവിധി തേടുന്നത്. മുൻപ് 2 തവണയും അദ്ദേഹത്തിൻ്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണ ദിവസം വളരെ വലിയ രീതിയിലുള്ള പ്രചരണ രീതിയിലാണ് റാലികൾ ഒക്കെ സംഘടിപ്പിക്കപ്പെട്ടിരുന്നത്. ഇന്നും സമാനമായിട്ടുള്ള രീതിയിലാണ് ആഘോഷപൂർവ്വമായിരിക്കും ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ റോഡ് ഷോ നടന്നിരുന്നു. 10,000-കണക്കിന് ആളുകൾ പങ്കെടുത്ത റോഡ് ഷോ ആയിരുന്നു വാരണാസിയിൽ നടന്നത്. അതിന് തുടർച്ച എന്ന രീതിയിലായിരിക്കും ഇന്നത്തെയും പരിപാടികൾ. കാലഭൈരവ ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തിക്കൊണ്ടായിരിക്കും അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പണ ദിവസത്തെ പരിപാടികളിൽ പങ്കെടുക്കുക. ദശാശ്വമേധ ഘട്ടിൽ തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി അവിടെയും അദ്ദേഹം പ്രാർത്ഥന നടത്തും. അതിനുശേഷം ഒരു ഗംഗാ സവാരി അദ്ദേഹം നടത്തുമെന്നും ഗംഗാ സ്നാനം നടത്തും എന്നുമാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. നമ്മൾ നേരത്തെ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള അഭിജിത്ത് മുഹൂർത്തം, അതിന് സമാനമായിട്ടുള്ള ഒരു ദിവസമാണ് ഇന്നും. ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തം എന്നുള്ളത് 11:40-നാണ്. ആ സമയമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായിട്ട് ജ്യോതിഷികൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതുപ്രകാരമായിരിക്കും ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങുകൾ നടക്കുക. 12 സംസ്ഥാനങ്ങളിലെ എങ്കിലും മുഖ്യമന്ത്രിമാർ ഇന്നത്തെ പരിപാടികളുടെ ഭാഗമായിട്ട് പങ്കെടുക്കും. കേന്ദ്രമന്ത്രിമാരുടെ ഏതാണ്ട് എല്ലാ കേന്ദ്രമന്ത്രിമാരും ഇപ്പോൾ തന്നെ വാരണാസിയിൽ ഉണ്ട്. അവരിൽ 18ഓളം പേർ അദ്ദേഹത്തെ അനുഗമിച്ചുകൊണ്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിൻ്റെ ഭാഗമായിട്ട് പങ്കെടുക്കും. അതിന് ശേഷം ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞാൽ രുദ്രാക്ഷ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് വാരണാസിയിലുള്ള BJP പ്രവർത്തകരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാണും. പ്രചരണം എങ്ങനെ വേണമെന്നതിനെ സംബന്ധിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങളും ആശയങ്ങളുമായിരിക്കും പങ്കുവയ്ക്കുക. അങ്ങനെ വിപുലമായിട്ടുള്ള തയ്യാറെടുപ്പുകളോടുകൂടി ആണ് ഇന്നത്തെ ഈ പ്രചരണ പരിപാടികളും അദ്ദേഹത്തിൻ്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണവും തയ്യാറാക്കിയിരിക്കുന്നത്. ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത ഗംഗാ സപ്തമി എന്ന് പറയുന്ന ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് അതിൻ്റെ ആഘോഷ പരിപാടികളുടെ ഭാഗമായിട്ടും പ്രധാനമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. മൊത്തത്തിൽ ഈ വരുന്ന 3 ഘട്ടങ്ങൾ, ഇനിയുള്ള 3 ഘട്ടങ്ങൾ, ആ 3 ഘട്ടങ്ങളിൽ BJPയെ സംബന്ധിച്ച് ശക്തമായിട്ടുള്ള ഊർജം നൽകുന്ന വിധത്തിലുള്ള പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് ലക്ഷ്യം. അതിന് വാരണാസി കേന്ദ്രമാക്കിക്കൊണ്ടുള്ള ഒരു ശ്രമമാണ് BJP ഇന്ന് നടത്തുന്നത്. ഇന്നലത്തെ വോട്ടിംഗ് അടക്കമുള്ള കാര്യങ്ങളിലെ പെർസെൻറ്റേജ് ഒക്കെ BJP അവകാശപ്പെടുന്നത് അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കില്ല എന്നാണ്. എങ്കിലും BJPക്ക് അധികാരം നിലനിർത്താൻ ഇനിയുള്ള 3 ഘട്ടങ്ങളിലെ സീറ്റ് കൂടുതൽ സംഭരിക്കേണ്ടത് അനിവാര്യമാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് കൂടിയായിരിക്കും വാരണാസിയിൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. താങ്ക് യു. ആർ രാധാകൃഷ്ണനാണ് സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം ചേർന്ന്. എന്തായാലും അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന വലിയൊരു കാഴ്ചയും ഉത്സവവും തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല, അതൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലുള്ള വഴി കൂടിയായിട്ട് BJP നേതൃത്വം കാണുന്നുവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.